Wow. Okay, this dude's coming after us. ഇന്നത്തെ നമ്മുടെ യാത്ര കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ്. നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ 2 ദിവസം കബനിയിലായിരുന്നു. കബനിയിലെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ 3ാമത്തെ ദിവസം നേരെ ബന്ദിപ്പൂർ വന്നു. 2 സഫാരികളെടുത്തു. 2 നല്ല സൈറ്റിംഗ് ഉണ്ടായിരുന്നു. സഫാരി ടൈമിന് മുമ്പേ വന്നതുകൊണ്ട് ചുമ്മാ അവിടെ എല്ലാം കറങ്ങി കൂട്ടത്ത് റോഡ് സൈഡിലെല്ലാം ആനകളെ കാണും. ഇഷ്ടംപോലെ ആനയുള്ള സ്ഥലമാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. പോകുന്ന വഴിയിലെല്ലാം ആനകളുണ്ട്. നമ്മൾ ഫസ്റ്റ് സഫാരി എടുത്ത് നേരെ ഇതാണ് ബന്ദിപ്പൂർ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേയും കാര്യങ്ങളുമുള്ള സ്ഥലം. നമുക്കിവിടെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. സ്റ്റേയും കാര്യങ്ങളും എല്ലാം എടുക്കാം. സഫാരിയും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. പല സഫാരികളുണ്ട്. ഡീറ്റെയിൽ പറയുന്നതായിരിക്കും. നമ്മൾ സഫാരി സെൻറ്ററിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം അകത്തെ കാട്ടിനകത്തോട്ട് കയറുന്നത്. നല്ല മനോഹരമായ നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു കാട് തന്നെ. ഇവിടുത്തെ ഫസ്റ്റ് സൈറ്റിംഗ് തന്നെ ഒരു ആനക്കൂട്ടമാണ്. ഇവിടെ ക്യാമറ എങ്ങോട്ട് വെച്ചാലും ഫ്രെയിമിനകത്ത് കാട്ടാന പെടും. എവിടെ തിരിഞ്ഞാലും കാട്ടാനേ ഉള്ളൂ. കാട്ടാനെ അല്ലെങ്കിൽ ആനയെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നേരെ ബന്ദിപ്പൂർ കിട്ടും. ഇഷ്ടംപോലെ ആനയെ കാണാൻ പറ്റും. ഈ ആനക്കൂട്ടത്തിനെ കണ്ട് നേരെ ഞങ്ങൾ വിട്ടു വരുമ്പോൾ അടുത്ത ഗ്രൂപ്പുകാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ തിരിഞ്ഞാലും ആനകളുടെ കൂട്ടമാണ്. ഈ ആനക്കൂട്ടങ്ങൾക്കൊന്നും ഈ സഫാരി വണ്ടിയെ വലിയ പേടിയൊന്നുമില്ല. കച്ചാ സ്ഥിരം ഇത് കാണുന്നതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിയൊന്നുമല്ല. നമ്മൾ ചിലപ്പോൾ ശാന്തരാന്നൊക്കെ വിചാരിക്കും. ചിലവന്മാർ ഇതിനകത്ത് നമ്മളെ പറ്റിക്കാൻ നോക്കുന്നവരുണ്ട്. ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ ശ്രദ്ധിച്ചോണേ. അവനൊക്കെ നമ്മുടെ വണ്ടി അങ്ങോട്ട് വന്നത് അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ലെന്തോ. ഇങ്ങനെ കുറേ നേരമായിട്ട് അവനിങ്ങനെ ആളെ നോക്കിക്കൊണ്ടിരിക്കുക. Okay, this dude's coming after us. Okay. ഒന്ന് വെറുതെ ഒന്ന് വരട്ടിയെന്നേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് കാണിച്ചതാ. അടുത്തത് നമ്മുടെ സ്വന്തം കാട്ടുപോത്ത്, നമ്മുടെ കാട്ടി. അത് പിന്നെ എവിടെ ചെന്നാലും കാണുമല്ലോ. കാടിൻ്റെ ഒരു വരദാനമാണല്ലോ. നല്ല രാവിലെയൊക്കെ എണ്ണയൊക്കെ ഇട്ട് കുളിക്കാൻ നിൽക്കുന്ന പോലെ ശരീരത്തിൻ്റെ തിളക്കമൊക്കെ നോക്കിയേ. ഒരു മാൻ്റെ വലിയൊരു കൂട്ടമാണ്. എല്ലാവരും റെസ്റ്റിലാണ്. സേഫാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് റെസ്റ്റ് എടുക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരു കീരിയെ കണ്ടു. അതിങ്ങനെ തീറ്റ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രസമുണ്ട്. പച്ചപ്പിൻ്റെ ഇടയിൽ അതിനെ കാണാനായിട്ടൊരു ഭംഗിയാണ്. അല്ല, ലോങ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. പിന്നെ ലെൻസ് 200-800 mm ആയതുകൊണ്ട് ഒന്ന് വ്യക്തമായിട്ട് കിട്ടി. ലോങ് ലെൻസ് വരുമ്പോൾ ഉള്ള കുഴപ്പം ഷേക്ക് നല്ലപോലെ എഫക്റ്റ് ചെയ്യും വിഷ്വലി. അടിപൊളി ഒരു കീരി കഴിഞ്ഞു. അടുത്ത അടിപൊളി ഒരു ഉടുമ്പ പോകുന്ന വഴിയിലൊരു മരത്തേലിരിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ ആ ഗൈഡ് എങ്ങനെ കണ്ടു? ആ ഡ്രൈവർ ഭയങ്കര കപ്പാസിറ്റിയാണ് പുള്ളിക്ക്. പോകുന്ന വഴിക്ക് കണ്ടെത്തിയതാണ്. അടുത്തൊരു ഭംഗിയുള്ള ഒരു കിന്നരിപ്പരുന്ത്. അടിപൊളിയാണ്. അതിൻ്റെ തൂവലൊക്കെ സൂപ്പറായിട്ടുണ്ട്. തലയ്ക്ക് മുകളിലുള്ള അതാണ് അതിൻ്റെ പ്രത്യേകത. സാധാരണ ഈഗിളിൽ നിന്ന് വ്യത്യസ്തമത. ഇത് നോർമൽ സാധാരണ ഉള്ള ഒരു ഈഗിളാണ്.
അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സഫാരി കഴിഞ്ഞ് നേരെ സഫാരി സെൻറ്ററിൽ വന്ന് നെക്സ്റ്റ് സഫാരിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളായി. ഓൾറെഡി നമ്മളത് ഇവിടെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓൺലൈനല്ല ബുക്ക് ചെയ്ത് സ്പോട്ടിൽ ബുക്ക് ചെയ്യുമായിരുന്നു. സെക്കൻഡ് സഫാരിയുടെ ഫസ്റ്റിൽ സൈറ്റിങ് കിട്ടിയത് തന്നെ ഒരു ഒറ്റക്കൊമ്പനെ. ആശാനൊന്ന് ചാർജ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ആഗ്രഹമൊക്കെ മാറ്റി വെച്ച് നൈസായിട്ട് അവനടുത്ത റൂട്ടിലേക്ക് പിടിച്ചു. കൊള്ളാം, നല്ലൊരു കൊമ്പൊക്കെ ഉള്ള തലയെടുപ്പുള്ള ഒരു കൊമ്പനായിരുന്നു. ഈ കബനി സഫാരിക്ക് നമുക്ക് 3 മണിക്കൂർ ഒരു സഫാരിക്ക് കിട്ടും. ബന്ദിപ്പൂരാണെങ്കിൽ 2 മണിക്കൂറാണ് ഒരു സഫാരി. അതുകൊണ്ട് 2 സഫാരിയായിട്ട് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ ക്യാമ്പർ സഫാരിയാണ് എടുത്തത്. ജിപ്സി ഉണ്ടായിരുന്നു. ക്യാമ്പറിനകത്ത് 8 പേർക്ക് കയറാൻ പറ്റും. കൂടുതലുള്ളത് മലയാളികളാണ്. രണ്ടാമത്തെ ട്രിപ്പിൽ കിട്ടിയ മുഴുവൻ മലയാളികളെ. അവരെയും ഫസ്റ്റ് ട്രിപ്പായിരുന്നു. അവരും ഏതായാലും സൈറ്റിങ് കണ്ട് ത്രില്ലടിച്ചാണ് പോയത്. സൈറ്റിങ് എപ്പോഴും ഉണ്ടാകണമെന്നില്ല, കിട്ടുന്നതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. കാട്ടിൽ കിടക്കുന്ന മൃഗത്തെയൊക്കെ നമ്മൾ പോകുന്ന വഴിയിൻ്റെ അരികെ തന്നെ കിട്ടുക എന്ന് പറയുന്നത്, ഉൾക്കാട് കിടപ്പുണ്ട് എന്നാലും നമ്മുടെ ആ സഫാരി പാത്തിൻ്റെ അടുത്ത് കിട്ടുക എന്നതാണ് വലിയ ലക്ക്. നമ്മൾ ബന്ദിപ്പൂർ വന്ന് തന്നെ മെയിനായിട്ട് ഒരാളെ കാണുന്നതാണ്, നമ്മുടെ സ്വന്തം കടുവ. പക്ഷേ ഡ്രൈവർ നല്ല കപ്പാസിറ്റി ഉള്ള ഡ്രൈവറായിരുന്നു. പുള്ളി ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ വാച്ച് ചെയ്ത് പോയി. ഒരു പഗ് മാർക്ക് കിട്ടി, കടുവയുടെ കാൽപ്പാട്. അത് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോയപ്പം ദൂരെ ദാ നിൽക്കുന്നു ഐറ്റം. ഇത് ടെറിറ്ററി മാർക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയത് ആശാൻ വൈകിട്ട്. സെൻ മാർക്കിംഗ് എന്നും പറയും. ഓരോ മരങ്ങളിൽ പോയി മാർക്ക് ചെയ്ത് അതിൻ്റെ ടെറിട്ടറി അവനവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ്. വേറെ ആരും വേറെ കടുവയോട് ഈ പ്രദേശത്ത് കയറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. നമുക്കൊരു 10 മിനിറ്റോളം ഈ കടുവയുടെ പുറകെ ഫോളോ ചെയ്യാൻ പറ്റി. കൂടുതലും മെയിൻ റോഡെന്ന് പറയുന്ന നമ്മുടെ കാട്ടിക്കൂടുള്ള ഈ സഫാരി വണ്ടി പോകാനുള്ള റോഡിൽ കൂടെ കൂടുതൽ പോകുന്നത്. ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ അകത്തോട്ട് കയറിപ്പോയത്. വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഷേക്ക് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ എന്നാലും ഇത്രയും ക്ലോസ് ആയിട്ട് അവനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും പുറകെ വിട്ടു. നിങ്ങളൊക്കെ പറയുന്നു വെയിറ്റ്. അവൻ റോഡ് വിട്ട് അകത്തോട്ട് കയറി എന്നിട്ടൊരു നോട്ടം നോക്കി. 1.5 നോട്ടമാണ്. നിനക്കൊന്നും വേറെ പണിയില്ലടാന്ന് തോന്നി. അങ്ങനെ ഫൈനൽ സൈറ്റിങ് കഴിഞ്ഞ് നേരെ തിരിച്ച് ഞങ്ങൾ വണ്ടി ഇട്ടടുത്തോട്ട് വന്നു. ഞങ്ങളുടെ കൂടെയുള്ള മലയാളികളാണ്. അവർ ഹാപ്പിയായി. ആദ്യമായിട്ട് കാട്ടി വന്ന് സൈറ്റിങ് കിട്ടിയതിൻ്റെ